ഇത്രയും ഉദാത്തമായ പ്രവചന സിദ്ധി ഉണ്ടായിരുന്ന, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചിരുന്ന, ലോകത്തിൻ്റെ രക്ഷകനായി നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പിറവി കൊള്ളാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള, അവൻ്റെ ഉദയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറഞ്ഞിരുന്ന ആ ബാലാമിന് പക്ഷേ സമ്പത്ത്, അത്യാഗ്രഹം, പദവികൾ, സ്ഥാനമാനങ്ങൾ കണ്ണുകളെ അന്ധമാക്കിയപ്പോൾ എതിരെ നിൽക്കുന്ന ദൈവത്തെയോ ദൈവദൂതനെയോ കാണാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ പറയണം, കർത്താവേ, ഒരു കാരണവശാലും ഒന്നും ഞങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാൻ അങ്ങ് അനുവദിക്കരുത്. ഞങ്ങളുടെ കാഴ്ച അന്ധമായി പോകരുത്, ഞങ്ങളുടെ കണ്ണ് അടഞ്ഞു പോകരുത്. ഞങ്ങളുടെ ഇടവകയുടെ, ഞങ്ങളുടെ സഭയുടെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെ കണ്ണ് അടഞ്ഞു പോകരുത്. ഞങ്ങൾക്ക് കാര്യങ്ങളെ അതിൻ്റെ നിജസ്ഥിതിയിൽ കാണാനുള്ള കൃപ തരണം. അതായത് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ അതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ എല്ലാം വൈകിപ്പോയി കഴിഞ്ഞത് കണ്ടിട്ട് കാര്യമില്ല. പിന്നീടെല്ലാം ശാപം കിട്ടിക്കഴിഞ്ഞും മരിച്ചു കഴിഞ്ഞും അല്ലെങ്കിൽ തകർന്നു കഴിഞ്ഞും നശിച്ചു കിടക്കുമ്പോഴും നമ്മൾ അയ്യോ ഇതായിരുന്നു അതിൻ്റെ വാസ്തവം എന്നറിഞ്ഞിട്ട് കാര്യമില്ല. അതായത് കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കാണാനുള്ള ഒരു കണ്ണ് നമുക്ക് തുറന്നു കിട്ടണം. അത് ആ ആത്മീയ കണ്ണ് തുറന്നു കിട്ടണം. ഇത് പിശാച് പലതരത്തിൽ അടച്ചു കളയും. യോഹന്നാൻ പറയുന്നുണ്ട്, സാത്താൻ അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ അവൻ പോകുന്നത് എവിടേക്കാണെന്ന് അവൻ അറിയുന്നില്ല, കണ്ണടച്ചു കളയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ശരിയെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം.